നമുക്കിന്ന് ആവിയിൽ വേകുന്ന ഒരു പലഹാരം ഉണ്ടാക്കാം. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള തെരളിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ പച്ചരി പൊടിച്ചതിട്ട്, നമുക്ക് പുട്ടിൻ്റെതായിരിക്കും നല്ലത് തെരളിക്ക്. അതിനുശേഷം തേങ്ങയും ഏലക്കയും കൂടി മിക്സിയിൽ അടിച്ചാണ് ഞാനിതിൽ ഇട്ടിരിക്കുന്നത്. പാളയംകുടം പഴമാണ് ഇതിന് ആവശ്യം. അത് നന്നായിട്ട് മാവിലേക്ക് യോജിപ്പിക്കുക. നമുക്ക് 2-3 പഴം ഇതിനായിട്ട് ആവശ്യത്തിന് എടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഞാൻ ഉരുക്കി അരിച്ചാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. മാവിലേക്ക് ഇനി 2 സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ യോജിപ്പിച്ച് ഈ പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് ഒരു തെരളിയില അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അത് മണത്തിന് വേണ്ടിയാണ് ഇടുന്നത്. ഇലയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി യോജിപ്പിക്കുക. ആ ഇല ഇട്ടതുകൊണ്ട് അതിൻ്റെ മണം മാവിലേക്ക് ഇറങ്ങും. നല്ല ടേസ്റ്റ് ആയിരിക്കും. തെരളിയിൽ ഇതുപോലെ എടുത്ത് ഈർക്കിൽ കുത്തി നമുക്ക് മാവ് അതിലേക്ക് വയ്ക്കാം. ബാക്കിയുള്ള ഇലകളും നമുക്ക് ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാനായി വയ്ക്കാം. തെരളിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. സ്വാദിഷ്ടമായിട്ടുള്ള തെരളി നമ്മൾ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.